നമ്മളിവിടെ ക്ലീൻ ആക്കുന്ന സമയത്താണ് എന്തുണ്ട് പാമ്പ്. പാമ്പിന്റെ തോല് കണ്ടിട്ടാ ഈ സാധനം എടുത്തിട്ടതാണ്. അപ്പോൾ വലുതാണ് കേട്ടാ. പാമ്പല്ല, പാമ്പിന്റെ തോല്. അടോക്ക് എന്ത് വലുതാ നോക്ക്. ചേര ഞാൻ ഈ സാരണ്ട് വലിച്ചതാ, അപ്പണ്ട് വീണ അവിടെ. ഏതിനാ അതിനെത് തീടാൻ വേണ്ടിട്ട് ഇപ്പൊ വലിച്ചിട്ടതാ. അപ്പൊ ഉണ്ടാവും, പക്ഷെ നമ്മള് പറിച്ചിടാൻ പോവാ. അപ്പൊ നമുക്ക് ചെയ്യാലേ. എന്നാ കത്തി കാട്ട്. തീപ്പെട്ടി നമ്മള് തീപ്പെട്ടി. ആ ലൈറ്റർ ഞാൻ അതിനാണ് കത്തിച്ചത്. ഇത് ഉണങ്ങിയതാ. അകത്തുള്ള മരത്തുമൊക്കെ തീ പിടിച്ച ഇല്ല. ഇതാ ഞാൻ ഇതാക്കാൻ പോവാ. എത്തിച്ച ഞാൻ അതുകൊണ്ട് എടുക്കട്ടെ. കുറച്ച് മണ്ണെണ്ണ അപ്പോൾ നമ്മൾ അത്യാവശ്യം ടയേർഡായില്ലേ അമല? പുല്ലിപ്പോൾ എന്താ പറിച്ചേ ചോദിച്ചു കഴിഞ്ഞാൽ, അമൽഷാൻ ഒതുങ്ങിയിരിക്ക്. പുല്ലെന്താ പറിച്ചേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് പുല്ല് ചെത്തുന്ന സാധനം കിട്ടിയുള്ളത്. അപ്പോൾ നമ്മളിനി പുല്ല് ചെത്താൻ പോവാണ്. പക്ഷേ നല്ല ടയേർഡായി. എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. കുറച്ചൊക്കെ ചെത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടാ, അവിടെ തെങ്ങിൻ്റെ അവിടെ. അപ്പോൾ ചെത്തുന്നതിൻ്റെ ഇടയിലാണ് ഈ പാമ്പിൻ്റെ തോല് കണ്ടത്. പാമ്പിൻ്റെ തോല് അവിടെ ഇടയ്ക്ക് കാണാനില്ല കേട്ടോ. ആരും താമസിക്കാതെ, അധികം ആരും ഇല്ലാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ തോല് എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ ഇവിടെ ഈ വീടിൻ്റെ ചുറ്റുമായിട്ട്. ഇത് പുതിയ വീടാന്ന് ഇപ്പോൾ പറഞ്ഞറിയിക്കണം, അത്രത്തോളം പഴയതായിട്ടുണ്ട്. പായലൊക്കെ പിടിച്ചിട്ട്, കാരണം വാർപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കല്ലേ. അമൽഷാൻ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. എന്താണ് ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ, പിന്നെ എന്ത് ഹെൽപ്പായി ചെയ്യണ്? ഓ ഹെൽപ്പ് ചെയ്യാനൊന്നല്ല കേട്ടോ വന്നവനവിടെ കളിക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ക്ഷീണിച്ച് പാവം. ഞാൻ ഒന്ന് വന്ന് സഹായിക്കടാ അമൽഷാനെ. വാ, ഞാൻ ക്ഷീണിച്ചിരുന്നതാണ്. കുറച്ച് നല്ല മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥ കേട്ടാ. കണ്ടാ, ഇവിടെ താമസം തുടങ്ങിയാൽ നല്ല രസമായിരിക്കും. ഒരാൾ മനുഷ്യനില്ലാത്തത് കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടാ. പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ടുമാണ്, ആരില്ലാത്തതുകൊണ്ട് പേടിയാവും. നല്ലൊരു മഴക്കാറ് കാണുന്നുണ്ട്. ഭംഗിയാണ് കേട്ടോ കാണാൻ. വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ അതിലും ഭംഗിയുണ്ടാവും. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ വീട്, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ വീട്. അയ്യോ മഴ. അപ്പോൾ ദാ ഞങ്ങൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ വീണത്. ഇതൊക്കെ ഞാനൊരു എളുപ്പപ്പണി ചെയ്തിട്ടോ. സാധാ പുല്ല് വെട്ടാൻ വന്നിട്ട്, പുല്ല് വെട്ടാൻ നല്ല റിസ്ക്കാണ്. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് പുല്ല് നമുക്ക് തീയിടാന്ന്. കിട്ടണില്ല, അപ്പോൾ ഞാൻ തീയിട്ട് നോക്കിയത് കേട്ടോ. പക്ഷെ കുറേയൊക്കെ കത്തി, പിന്നെ കത്തുന്നില്ല. അതവിടെ ഇങ്ങനെ തീയിട്ട് കുടുങ്ങിയാ. പറിക്കാം. ഇപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ എന്തായാലും ക്ലീൻ ചെയ്യണം. ഇവിടെ ക്ലീൻ ചെയ്ത് ഇതും കൂടെ ഉണ്ട് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അമൽഷാ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അയ്യോ മഴ പെയ്യണ്ടടാ.
അമലു മഴ പെയ്യുന്നുണ്ട്. ഹായ്. ഇപ്പം ഞങ്ങൾ മര്യാദക്ക് പണിയെടുക്കാൻ ഈ മഴ സമ്മതിച്ചില്ലല്ലേ അമലു? നല്ല മഴ. ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നനഞ്ഞ് നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഉണ്ടോ? മേലെ മഴ ഉണ്ടാവും. ഇവിടെ നിന്ന് അപ്പം ഇതാ വീട് കാണിച്ചെടുക്കാം അല്ലേ? വെറും വൈക്കോലി വണ്ട് മഴ. അയ്യോ ആടാ. ഇനി ഇവിടെ ഇത് കോൺക്രീറ്റ് ചെയ്യണം. അതല്ല, നല്ല അതാ വെള്ളം അടിച്ചിട്ടുള്ള കുഴി. ഇതാ പാവ ഒരു പശു നനയണല്ലേ. പശുക്കാ ഉണ്ടാവോ? പിന്നെ എന്തിനാ പശു കരയുന്നതാ? ഭയങ്കര കാറ്റില്ലേ. പശു ഈ ഭാഗം വാർക്കാനുള്ള പലക എടുക്കാൻ പോയതാട്ടാ മനാഫ്ക. ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. കുഴിക്കൊന്നും വീഴണ്ട, അങ്ങോട്ട് പോരെ. ഇവിടെ ഇരുന്നോ. അതിൻ്റെ ഉള്ളിൽ എന്താ കാണിക്കാനുള്ളത്? മണ്ണ് തേക്കാനുള്ള മണ്ണാണ്. മണല്. ഈ കോണി റൂം ഞങ്ങൾ ടാർപ്പായിടാൻ ഉദ്ദേശിക്കണേ. പിന്നെ ഇതാ ഈ റൂമിൽ മണ്ണ് ഇങ്ങനെ എടുക്കട്ടെ. ഹാളൊന്ന് കോൺക്രീറ്റ് ചെയ്യും. പിന്നെ തേക്കൊന്നും ഇല്ലടാ, പൈസ ഇല്ല. ഹാളൊന്ന് കോൺക്രീറ്റ് ചെയ്യും, നമുക്ക് തേക്കാട്ടാ. പിന്നെ ബാത്റൂമിൻ്റെ പണിയും കഴിക്കും. അത്രയേ ഉള്ളൂ അല്ലേ? ആ പുല്ല് വെട്ടും. മഴ നല്ല കൂടി. ഇനി കുറച്ച് നേരം മഴ കൊള്ളാം. ഇത്ര കഷ്ടപ്പെട്ട് വെട്ടിയതൊക്കെ വെറുതെ ആയില്ലേ? ഇനിയിപ്പോ മഴ പെയ്താ ഇനിയിപ്പോ അതുപോലെ പുല്ല് വരും. ഉണങ്ങൂലല്ലോ. ഈ പറമ്പിലൊരു തെങ്ങും ഇല്ലല്ലോ അമലോ? നമ്മളെ പറമ്പില് നമുക്ക് തെങ്ങും ഇല്ല, കഴുങ്ങും ഇല്ല, പൈസ ഇല്ല അല്ലേ? ഇനി അമലുവിന് ആ മെറ്റലൊക്കെ ഞങ്ങളതാട്ടോ. നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ആ മെറ്റൽ കിടക്കുന്നതാണ് റോഡ്. പുല്ല് ഈ വെയിൽ കാലം ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് റോഡൊക്കെ അറിയും. ഇപ്പോൾ ഒന്നും അറിയാല്ലേ അല്ലേ? ഇതൊക്കെ റെഡി ആക്കണം. ഇപ്പം മഴക്കാലല്ലടാ, മഴ കഴിഞ്ഞിട്ട് പുല്ലൊക്കെ നിറഞ്ഞു കിടക്കല്ലേ. ഇനി നല്ല വെയിലൊക്കെ വന്ന് ഉണങ്ങണം. വെയിൽ ഈ പറമ്പില് ഒരു തേങ്ങക്കും ഈ പറമ്പിലിട്ടാ ഒരു തേങ്ങക്ക് തെങ്ങിന് കടയുണ്ട്. നോക്കിവിടെ കുറേ കടയില്ലാത്ത തെങ്ങുകളൊക്കെ ഇടിമിന്നലേറ്റ് പോയതാ. ഇതാ ഞങ്ങൾ ഈ കിടക്കണ കണ്ടില്ലേ? പറമ്പെടുത്ത സമയത്ത് ഇത് നല്ല തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ പറമ്പെടുത്ത് ഒന്നാമത്തെ വർഷം ഓലൊക്കെ പോയി. മൂന്നാമത്തെ വർഷം അത് ഇതുപോലായി. കണ്ടോ കുറേ തലയില്ലാത്ത തെങ്ങുകൾ. തലയില്ലടാ, ഇടി വെട്ടിയിട്ട് പോണതാണ് അതിൻ്റെ തലകളൊക്കെ. തല മീൻസ് അതിൻ്റെ ആ തലയുടെ ഭാഗമല്ലേ അല്ലേ? അതൊക്കെ നല്ല മഴ കൂടിയില്ലേ? ഒരു രക്ഷയില്ലാത്ത മഴ. നമ്മളിവിടെ കുടുങ്ങിപ്പോയി. വീട് താമസിച്ചാൽ നമുക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എവിടെ കിളി അവിടെ കാക്ക
അപ്പൊ ഞങ്ങളിവിടെ മഴയത്ത് നിൽക്കാല മനുഷ്യാണ്. മഴ വന്നോ? പുറത്തേക്ക് ഇറങ്ങണ്ട, പനി വരട്ടാ. പുല്ല് വെട്ടാൻ വന്ന ഞങ്ങള് ഭയങ്കര ഫ്ലോപ്പായിരിക്കാണ്. പുല്ല് വെട്ടല് പകുതി ആയപ്പോഴത്തേനും നല്ല മഴ. ഇപ്പതാ ഇവിടെ കുറച്ച് വെട്ടി പുല്ല്, പിന്നെ ഇതാ അവിടെ കുറച്ച് ചെത്തിയിട്ടുണ്ട്. അത്ര തന്നെ. ഇനി ഇവിടെ ഒക്കെ ചെത്തണം. ആ ഇനി പുല്ല് ചെത്താനൊരു ഐഡിയ എന്തെങ്കിലും വേറെ കാണണം അല്ലാമല്ലോ. വീഡിയോ നോക്കിയിട്ട് അല്ലേ? ഓക്കെ. പിന്നെ അവിടെ നോക്കുമ്പോ അവിടെ മൊത്തം ആക്കി നീ വെത്തറ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകും. അപ്പോഴാണ് എന്റെ മുഖത്ത് ചോര വല്ലി വരുന്നുണ്ടോ? ഈ പലക സ്കൂട്ടിന്റെ ചോട്ടുന്നിട്ടേ മോന്തം അടിച്ചടിച്ചിട്ട് മോട്ടിന്റെ തലമുറ എങ്ങനെ കുത്തനെ വെച്ചിരുന്ന് എല്ലാരും എങ്ങനെ വെക്കുക? ഇനി വേണം പലക. ഇനി ഇവിടെ ഉള്ളത് തികയില്ല. ഇവിടെ ഉള്ളത് തികയില്ല. ഇവിടെ ഇനി പലക ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ ആ ഒറ്റക്ക് കയറുന്ന മാറാല ക്ലീൻ ചെയ്യും. ഒരാളും ഓരെ സഹായിക്കാനില്ല. കണ്ടില്ലേ പാവം കുട്ടി. അമ്മല് എന്തുമല കേറിക്കണേ? ഇബ്ബാന്റെ മേലാട്ടെ. കാണില്ല അമ്മല്ലോ. അത് കെട്ടുമ്പോ ഇത് വാങ്ങല. ഈ നേരെ മേലെ അല്ല ഞാൻ തലേ കെട്ടി ഇട്ടട്ടെ. ഈ ധൈര്യമായിട്ട് ഇരിക്കണ ഞാൻ വിടൂല. എന്ത് അതാ പറഞ്ഞു ഞാൻ മാവിനെ എടുത്തോളാം, മാവിനെ പൊയ്ക്കോളാം. അപ്പൊ തോളില് ഇത് പിടി. അല്ലെ നീ അതൊന്നും എടുത്തന്നെ. മാറാലെ കൊള്ളി ആരാ എടുക്ക? കൊള്ളി എടുത്തന്നെ. ഈ ധൈര്യം ഞാൻ പിടിച്ചിട്ടോ. വിശ്വാസല്ലേ? ഓന് തീരെ വിശ്വാസമില്ലാത്തവന്റെ ഉമ്മാനായിരുന്നു. ധൈര്യം നേരെ നിവർന്നു. ഈ വീഴൂല. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ട് പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ബാഗ് ക്ലീൻ ചെയ്യടാ. നേരെ മേലെ വീഴൂലടാ. ചുമരുമ്പോ കൈ ധൈര്യത്തിന്. അയ്യേ അച്ചുവിനെ കൊണ്ട് നിർത്തിയല്ലോ. അച്ഛനാണെങ്കിൽ ഇതേപോലെ ബല മേത്ത് കയറി നിൽക്കുക വെച്ചാൽ നിന്നിരുന്നു. നോക്ക് ബല അത്ര വിശ്വാസാ. വീഴാനും പോയി. ഈ വീഴാൻ പോയാൽ വീഴൂല. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതെന്ത് കഴിയാനാവല്ലോ? മതി എന്റെ ക്ലീനിങ് നിർത്തിക്കോ. ചെയ്തോ? പോരെ? ഓക്കെ മതി. അയ്യോ ബാക്കി കോണിങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാള് പിടിക്കണേ. ആ കോണിമ കയറിയൊക്കെ ചെയ്യലുണ്ട്. എന്താണ് നിൽക്കാനൊക്കെ ഇതില്ല. ഭയങ്കര പേടിത്തോണ്ട. ഈ മാമിനെ പോലെ ഇരിക്കും. എല്ലാവരും പറയും ഇബ്ബാനെ പോലെയാണ്. അമ്മ ഇബ്ബാനെ പോലെയാണ്. ഒരിക്കലും അല്ല. ഇതൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കുരുത്തക്കേട് കാട്ടാൻ പറ്റും. കുരുത്തക്കേടല്ല, റിസ്ക് ഇപ്പൊ ചാടി വരണോ? ഈ കുഞ്ഞിനോട് പോയി ചോദിച്ചാൽ ഈ അടുത്ത ക്രിസ്മസ് വയനാട്ട് പോലെ. അപ്പൊ കുഞ്ഞിനോട് ഇബ്ബാനെ കുറിച്ചൊന്ന് ചോദിച്ചു. കുഞ്ഞ ഇബ്ബാന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു പറയും. ഓള് പറഞ്ഞുതരും. ഒന്നും വേണ്ട. ഈ ഹാഷിമില്ലേ, ഹാഷിമിനോട് ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞു.